അവിടെ നമുക്കൊരു ഡിസൈറാണ് 2016 മോഡലാണ് 60,000 കിലോമീറ്ററാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് നല്ല കളറാണ് വണ്ടി അകത്തെ ഈ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അടുത്ത നമുക്ക് 2008 വാഗണറാണ് അതിൻ്റെ വേരിയൻ്റ് വരുന്നത് LXI ആണ് AC പവർ സ്റ്റിയറിംഗ് ആണ് കിലോമീറ്റർ 80 സംതിങ് കിലോമീറ്ററാണ് ഓടിയേക്കുന്നത് നമുക്ക് 2028 ലാസ്റ്റ് വരെ ഇതിൻ്റെ പേപ്പേഴ്സ് ഭാഗമുണ്ട് അടുത്ത നമുക്ക് ഇഗ്നിസൺ ആണ് 2022 മോഡലാണ് സിംഗിൾ ഓണർഷിപ്പാണ് 30 സംതിങ് കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത് പ്രോപ്പർ കമ്പനി സർവീസാണ് 2022 സ്വിഫ്റ്റ് ZXI ആണ് ഓട്ടോമാറ്റിക് ആണ് ഫസ്റ്റ് ഓണർഷിപ്പ് 30 സംതിങ് കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറഞ്ഞ ഭാഗമാണ്. അതായത് കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ടൊക്കെ പോകുന്ന വഴിക്ക് തട്ടാമല എന്ന് പറഞ്ഞ ഭാഗത്തുള്ള പോപ്പുലർ യൂസ്ഡ് കാസിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒരു 96,000 95,000 തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം രൂപയ്ക്ക് വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. നമ്മൾ ഉടനെ തന്നെ ഒരു കോഴിക്കോട് വരെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിലൊരു ട്രിപ്പ് വീണ്ടും പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഈ എന്നോട് മലപ്പുറത്ത് വാന്നൊക്കെ പറയുന്ന ചില സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വരുന്ന വഴിക്ക് എടുക്കുന്ന വണ്ടികൾ കാണുമ്പം ഇപ്പോൾ എല്ലാം കൂടിയാണോ കുറഞ്ഞാണോ എനിക്ക് പറഞ്ഞുകൂടല്ലോ. അപ്പോൾ നമ്മൾ പോയി എടുത്തു കഴിയുമ്പോൾ വേണ്ട സനൂപ തിരിച്ചു അങ്ങ് തിരുവനന്തപുരം കൊല്ലവും മതിയെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുകയും വേണം. അപ്പം നിങ്ങളുടെയൊക്കെ ആ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് നീ അതേപോലെ ചെയ്യണം എന്നൊക്കെ പറയുന്ന ചേട്ടന്മാരോട് എല്ലാവർക്കും ഒരേ ശൈലി ആയിരിക്കത്തില്ല കേട്ടോ. പിന്നെ എൻ്റെ ചോദ്യത്തിന് എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നതും കൂടി ചോദിക്കുന്നു പറയുക. പിന്നെ എല്ലാം ഓർത്ത് വെച്ച് ചോദിച്ചെടുക്കാൻ പറ്റത്തില്ല, കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഇത് ചോദിച്ചറിയണമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും ഓർത്ത് വെച്ച് ഞാനത് ചോദിച്ചേക്കാം. അപ്പം പിന്നെ ചില ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങനെ ഷോപ്പിനെയും വണ്ടിയും കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യരുതെന്ന്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഒരു ഷോപ്പിൽ വന്ന് നമ്മൾ വണ്ടി കണ്ട് ആ വണ്ടി കൊള്ളത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും കാണിക്കണം. അത് എൻ്റെ ജോലിയായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഉത്തരവാദിത്തമായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇത് കണ്ടിട്ട് ചിലപ്പം കൊല്ലത്തെ വണ്ടി എടുക്കാൻ വരുന്നത് കോഴിക്കോട് നിന്നായിരിക്കും. ഞാൻ കാണിച്ചു കൊടുക്കാത്ത ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരിവിടെ വന്ന് നോക്കുമ്പോൾ നിസ്സാരമായിട്ട് കാണാമായിരുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചോദിക്കാൻ പോകുന്നത് എന്നോട് തന്നെ ആയിരിക്കും. സനൂപ് ഇത് കണ്ടിട്ടും കാണാത്ത പോലെ നിന്നില്ല, എല്ലാവരും ഞങ്ങൾ ഇത്രയും ദൂരം വരണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചീത്തപ്പേര് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജെന്യുവിനായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങൾക്കത് വേണ്ടാന്നാണെങ്കിൽ നിങ്ങളിത് പറഞ്ഞു, ഞാൻ ഈ ജെന്യുവിൻ പരിപാടിയെ വിട്ടേക്കാം. പക്ഷേ എനിക്ക് ഈ ഉള്ള പോലെ വിളിച്ച് പറഞ്ഞ കാരണം പല കടകളും ഇപ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത്. എന്തായാലും നമുക്കിപ്പോൾ വന്നിരിക്കുന്ന പുതിയ സ്റ്റോക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് വരാം. നമുക്കൊരു ചെറിയ ബഡ്ജറ്റ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെറ്റർ വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇനി 4 വർഷം കൂടെ ഉണ്ട് പേപ്പേഴ്സ് ഉണ്ട്. 2030 വരെ പേപ്പേഴ്സ് ഉള്ള സാൻഡ്രോ ആണ്. 2010 വണ്ടിയുടെ മോഡൽ വരുന്നത്. നമ്മൾ ടെസ്റ്റ് സമയത്ത് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല സൂപ്പർ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പുതിയ JKയുടെ ന്യൂ ടയറാണ് വണ്ടിക്കകത്ത് കിടക്കുന്നത്. പിന്നെ ബോഡി നോക്കിയാലും നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. പെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് പവർ വണ്ടിയാണ് വണ്ടിക്കകത്ത് വരുന്നത്. 2010 സാൻഡ്രോ GLS ആണ്. 70,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കുന്ന 1 lakh ആണ്. 2010 സാൻഡ്രോ GLS 70,000 മാത്രം ഓടിയ വണ്ടി. ഈ കിലോമീറ്റർ ഒക്കെ ജെന്യുവിൻ കിലോമീറ്റർ ആണ്. അടുത്ത നമുക്ക് 2008 വാഗണറാണ്. അതിൻ്റെ വേരിയൻ്റ് വരുന്നത് LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് ആണ്. കിലോമീറ്റർ 80 സംതിങ് കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. നമുക്ക് 2028 ലാസ്റ്റ് വരെ ഇതിൻ്റെ പേപ്പേഴ്സ് ഭാഗമുണ്ട്. വണ്ടി 2008 അപേക്ഷിച്ച് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. ടയറെല്ലാം ഒരു ആവറേജ് ടയറുണ്ട്. പിന്നെ ഇൻറ്റീരിയറൊക്കെ ആവറേജ് ഉണ്ട്. 2008 വാഗണർ LXI 2028 വരെ പേപ്പറുള്ള വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെയല്ല, പിന്നെ അറിയാലോ 2008 വണ്ടിയാണ്. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും. എന്നാൽ വണ്ടി ബെറ്റർ 2008 അപേക്ഷിച്ച് അത്യാവശ്യം നമുക്ക് ബെറ്റർ ഒരു വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് 95,000 രൂപയാണ് നമ്മൾ ചോദ്യം. ഇത് ഈ പെയിൻറ്റിങ് വർക്കുകൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുമോ? ഇല്ല, ഇതൊക്കെ ഈ ഒരു കണ്ടീഷനിലായിരിക്കും. നമ്മൾ 2010 താഴോട്ടുള്ള വണ്ടിയെല്ലാം നിലവിലെ കണ്ടീഷനിൽ തന്നെ ആയിരിക്കും. ജസ്റ്റ് ഒരു വാഷിംഗ് മാത്രമേ വരുള്ളൂ നമുക്ക്. അത്രേ ഉള്ളൂ. 2028 വരെ പേപ്പറുണ്ട്. 2028 വരെ പേപ്പറുള്ള വാഗണർ LXI 2008 മോഡൽ വണ്ടി. അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. പെയിൻറ്റിങ് വർക്കോ നമ്മൾ എടുക്കുന്നതൊക്കെ പെട്ടെന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അത്യാവശ്യം കൊള്ളാം. ആക്സിഡൻറ്റ് കേസൊന്നും ഇല്ലല്ലോ? ഇല്ല.
2010 ബിഗ് വാഗണറാണ്. LXI എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 56,000 കിലോമീറ്ററാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ത്യൻ ഭാഗമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം സീറ്റ് ഓവറും കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുവാണ്. അതുപോലെ തന്നെ ടയർ ഭാഗവും ആവറേജ് ടയറുണ്ട്. 56,000 കിലോമീറ്റർ ഓടിയ 2019 വണ്ടിയാണ്. ഇത് പോപ്പുലറിൻ്റെ നമ്മൾ 6 മന്ത് എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി കവറേജ് കൊടുക്കുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് ആവശ്യമുള്ളൊരു കസ്റ്റമർക്ക് മാക്സിമം കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ ഒരു 75 രൂപ 80 രൂപ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന 2019 ബിഗ് വാഗണർ LXI ആണ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4,10,000 ആണ് നമ്മളെ പ്രൈസ് വരുന്നത്. ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഒരു 75 രൂപ ഏറ്റവും കുറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്ത നമ്മുടെ ന്യൂ മോഡൽ 2022 കേട്ടൺ VXI ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി. ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആണ്. 6,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. നമ്മൾ ഷോറൂമിൽ നിന്ന് ഒരു പുതിയ വണ്ടി ഇറങ്ങുന്ന സെയിം കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഇപ്പോഴും കിടക്കുന്നത്. ഇത് നമുക്ക് 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും അവൈലബിൾ ആയ വണ്ടിയാണ്. അതുകൂടാതെ നമുക്കൊരു 50 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന 2022 കേട്ടൺ VXI ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി. ബോഡി ഭാഗം നോക്കുകയാണെങ്കിൽ പെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് 4 നമ്മൾ സെല്ലിംഗ് ഇട്ടേക്കുന്നത്. വരുന്ന കസ്റ്റമർക്ക് വണ്ടി കണ്ട് ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കാം. അടുത്ത നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് വരുന്നൊരു വണ്ടിയാണ് കേട്ടൺ ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിൽ. 68,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയേക്കുന്നത്. 2016 കേട്ടൺ VXI AMT ആണ്. നമുക്ക് ഇന്ത്യൻ്റെ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് ഓവറും കാര്യങ്ങളും കിലോമീറ്റർ ജെന്യൂൻ ആണ്. അതെ, 68,000 കിലോമീറ്റർ സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് 2018 ഫിനാൻസും അവൈലബിൾ ആണ്. നമുക്കൊരു 75 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി സുഖമായിട്ട് ലോൺ ചെയ്യാൻ പറ്റുന്ന 2016 കേട്ടൺ VXI ഓട്ടോമാറ്റിക് 68,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത വണ്ടിയാണ്. കളർ വരുന്നത് വൈറ്റ് ആണ്. ബാക്ക് ടയർ കുറവാണല്ലോ. ബാക്ക് ഒരു ടയർ തീരെ കുറവാണ്. എന്തായാലും ഒരു 10,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 295 ആണ്. 2016 കേട്ടൺ VXI 68,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത വണ്ടി. അടുത്ത നമുക്ക് 2 ഓട്ടോമാറ്റിക്കിലോട്ട് പോകാം. ഇത് 2022 സ്വിഫ്റ്റ് ZXI പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് വണ്ടിയുടെ ഇന്ത്യയിലൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നീറ്റായിട്ടാണ് നടക്കുന്നത്. 40 സംതിങ് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഇത് നമുക്ക് മാരുതിയുടെ 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 1 വർഷം വാറണ്ടി 3 ഫ്രീ സർവീസും ഉണ്ട്. നമ്മൾ ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്കും മാക്സിമം നമുക്കൊരു 75 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ലോൺ ചെയ്യാൻ പറ്റുന്ന 2022 ZXI പ്ലസ് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഫസ്റ്റ് ടയർ തന്നെ കിടക്കണം അല്ലേ? ഫസ്റ്റ് ടയറാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കമ്പനി സർവീസ്. 2022 ZXI പ്ലസ് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടി. ചോദ്യം 750. ZXI പ്ലസ് ആണ് കേട്ടോ. അടുത്ത തന്നെ നമ്മളിപ്പം കാണിച്ച കണക്ക് 2022 സ്വിഫ്റ്റ് ZXI ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഫസ്റ്റ് ഓണർഷിപ്പ് 30 സംതിങ് കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് 1 വർഷ വാറണ്ടിയും 3 ഫ്രീ സർവീസും കിട്ടുന്ന വണ്ടിയാണ്. നമ്മൾ ഇന്ത്യയിലൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് യൂസ് ചെയ്ത 2022 സ്വിഫ്റ്റ് VXI ആണ് വണ്ടി വരുന്നത്. കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. നമ്മൾ ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്കും നമുക്ക് ഒരു 75 രൂപ 80 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2022 സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. എത്ര ഓടിയത്? ഇത് 30 സംതിങ് ആണ്. ഫസ്റ്റ് ടയർ തന്നെ കിടക്കുന്നത് കേട്ടോ. ടയറും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടയർ തന്നെ കിടക്കുന്നത്. പിന്നെ വണ്ടിക്കകത്ത് ബോഡിക്കകത്ത് അങ്ങനെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. അപാകതകളൊന്നുമില്ല. കാണാനൊക്കെ നീറ്റായിട്ട് തന്നെ വണ്ടി നീറ്റ് വണ്ടിയാണ്. അടുത്ത നമുക്കൊരു ഡിസയർ ആണ്. 2016 മോഡലാണ്. 60,000 കിലോമീറ്റർ ആണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. നല്ല കളറാണ്. വണ്ടി അകത്ത് സീറ്റ് ഓവറും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. പിന്നെ നമുക്കിത് ഫിനാൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 4 MRFൻ്റെ ന്യൂ ടയറാണ് വണ്ടിക്കകത്ത് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ടച്ചിങ്ങോ ഒന്നും ചെയ്യാനായിട്ടില്ല. 2016 നല്ല രീതിയിൽ യൂസ് ചെയ്ത ഡിസയർ VXI സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 62,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. VXI ആണ്. അതെ തന്നെ. നമുക്കിത് ഓൾറെഡി ഫിനാൻസും കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പറയാൻ എന്തെങ്കിലും ഒന്നുമില്ല. വണ്ടി അന്ന് നോക്കിയോ, വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ നല്ല രീതിയിൽ യൂസ് ചെയ്തൊരു വണ്ടി. 2016 VXI. 2017 കേട്ടനാണ്. 60,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പാണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. നമുക്ക് ഫിനാൻസും കാര്യങ്ങളെല്ലാം അവൈലബിളായ വണ്ടിയാണ്. ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ നീറ്റാണ്. നമുക്ക് ടയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ് കിടക്കുന്നത്.
ഇതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ 265 2017 കേട്ടൺ VXI മോഡലാണ് കേട്ടോ. ഈ ഗ്രാഫിക്സ് ഒക്കെ ഇതിൽ വരുന്നത്? അതെ അതെ, നമുക്ക് ഫിനാൻസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം. ടയർ പോരാ, ബാക്കിലത്തെ ഫസ്റ്റ് ടയറാണ്. മാറി കൊടുക്കൂ. ആ, നമുക്ക് വിലയുടെ ഭാഗത്ത് നമുക്ക് ടയറിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഡീവേഷൻ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, ചെയ്യാൻ പറ്റും. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഇല്ല. അടുത്ത നമുക്ക് ഒരു 2023 ആൽഫയാണ്, ഇഗ്നിസ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് മാരുതിയുടെ നമുക്ക് 1 വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസ് അവൈലബിൾ ആയ വണ്ടിയാണ്. അതുപോലെ തന്നെ ഫിനാൻസ് നമുക്ക് ഏകദേശം കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റിയ 2023 ഇഗ്നിസ് ആൽഫ ഫസ്റ്റ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ 40 അടുപ്പിച്ച് കിലോമീറ്റർ യൂസ് ചെയ്ത കമ്പനി സർവീസുള്ള വണ്ടിയാണ്. 2023 ഇഗ്നിസ് ആൽഫയാണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, പ്രോപ്പർ കമ്പനി സർവീസാണ്. അപാകതകളൊന്നുമില്ല. വണ്ടി അണ്ണ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന 2023 ഇഗ്നിസ് ആൽഫ മോഡൽ. എന്തോ ഓടി? ഇത് 40 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി സർവീസ് തന്നെയാണ്. 2023 ഇഗ്നിസ് ആൽഫ. വണ്ടി കാണാനൊക്കെ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. വണ്ടി നീറ്റാണ് ക്ലീൻ ആണ്. അതിൻ്റെ പ്രൈസ് ആയില്ല, ഇന്ന് രാവിലെ വന്നേ ഉള്ളൂ. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. പ്രൈസ് സ്ഥിരമാണല്ലേ ഈ പരിപാടി? എല്ലാ ഒരു വണ്ടി ഇന്ന് രാവിലെ വന്നില്ല, കണ്ടില്ല, അതുകൊണ്ടാണ്. കാരണം അടുത്ത നമുക്ക് 2022 XL6 ആണ്, ഫസ്റ്റ് ഓണർഷിപ്പ്, 36,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു XL6 കാണിച്ചിരുന്നു, ഈ സെയിം വേരിയൻ്റ് ആയിരുന്നു. ഇച്ചിരി കൂടെ കിലോമീറ്റർ ഓടിയാണ്. ആ വണ്ടി എന്തായാലും നമുക്ക് പോയി. അതിന് പകരം ഇപ്പം വന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുവാണ്. വണ്ടി ബോഡി ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ കിടക്കുവാണ്. പിന്നെ നമുക്കിത് ഫിനാൻസ് അവൈലബിൾ ആണ്. വണ്ടി വിലയുടെ ഏകദേശം 85% വരെ ഫിനാൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റുന്ന 2022 XL6 മോഡലാണ്. ഒന്നുമില്ല. ആക്സിഡൻ്റ് ഇല്ല. ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ, 2026 കമ്പനി സർവീസ് മാത്രം ചെയ്ത വണ്ടിയാണ്. നമുക്ക് ഹിസ്റ്ററി ആവശ്യമുള്ള കസ്റ്റമർക്ക് ഹിസ്റ്ററി കൊടുക്കാൻ പറ്റുന്ന 2022 XL6 ആൽഫ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 10 നമ്മൾ ഇട്ടേക്കുന്നത്. അതിനകത്ത് നമുക്ക് വേരിയേഷൻ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം, ചെറിയ വേരിയേഷനും കാര്യങ്ങളും ആണ്. അടുത്ത നമുക്ക് ഇഗ്നിസ് തന്നെയാണ്, 2022 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പാണ്, 30 സംതിങ് കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. നമ്മൾ ഇന്ത്യൻ്റെ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുവാണ്. നമുക്കിത് 1 ഇയർ വാറണ്ടിയും 3 ഫ്രീ സർവീസ് അവൈലബിൾ ആയ വണ്ടിയാണ്. അതുപോലെ തന്നെ ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് വളരെ കുറച്ച് ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ആദ്യം നമുക്കൊരു 50 രൂപ, അതുപോലെ തന്നെ 75 ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ലോൺ ചെയ്യാൻ പറ്റുന്ന 2022 ഇഗ്നിസ് ഡെൽറ്റയാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ്, കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. 2022 ഇഗ്നിസ് ഡെൽറ്റ. ചോദ്യം എത്ര? ചോദ്യം നമ്മൾ 570 ചോദ്യം. നെഗോഷ്യബിൾ ആണ്. വണ്ടി അന്ന് കണ്ടല്ലോ, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. വണ്ടി കാണാനുമല്ല, വണ്ടി നല്ല വണ്ടിയാണ്. നമുക്ക് ഈ ഡിസ്പ്ലേ കാണിക്കാത്ത ഒരു 2024 ബെലേനോ ഫുൾ ഓപ്ഷൻ വണ്ടി കൂടെ ഇന്ന് കയറുന്നുണ്ട്. അപ്പം അഥവാ ആ ഒരു വണ്ടി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ വീഡിയോ കണ്ട് ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാം. വണ്ടി നമുക്ക് ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് വണ്ടി ഫിസിക്കലി ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. 2024 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, വളരെ ലോ കിലോമീറ്റർ ആണ്, 20-നകത്തെ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ബെലേനോ ആൽഫ മോഡലാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു 1 ലക്ഷത്തിന് താഴെ തൊട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ചെയ്ത് തന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.